ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണ് ധനലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്നിട്ട് ധനലക്ഷ്മിയോട് കൃഷിയുമായിട്ടുണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. കൺമണിയെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. കാരണം ഇപ്പോൾ ആ വീട് എൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, മോനെ വരുണെ, നീ അങ്ങനെയൊന്നും കടന്ന് ചിന്തിക്കാതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കൃഷി നിന്നോട് വധഭീഷണി മുഴക്കിയെന്നല്ല പറഞ്ഞത്. വധിക്കാൻ അവൻ ഇങ്ങോട്ട് വരട്ടെ, നമ്മുടെ കയ്യൊക്കെ എന്താ മാങ്ങ പറിക്കാൻ പോയിരിക്കുകയാണോ എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ വരുൺ പറയാണ്, കൃഷി കൊല്ലുവോ കൊല്ലാതെയോ ഇരിക്കട്ടെ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കൺമണിയെ കിട്ടിയിരിക്കണം. അഥവാ കൺമണിയെ കിട്ടിയില്ലെങ്കിൽ ഉത്തരവാദിത്തം മുഴുവൻ ഏട്ടത്തിക്കാണ്. ഏട്ടത്തിക്ക് ഈ പലിശ പരിപാടിയൊക്കെ ഉണ്ടല്ലേ, പണമായിട്ടും സ്വർണമായിട്ടൊക്കെ കൊടുക്കുന്ന ഉണ്ടല്ലേ എന്ന് വരുൺ ധനലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയാണ്, അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊരു സൈഡ് ബിസിനസ് ഉണ്ടെന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, ചെറിയ രീതിയോ വലിയ രീതിയോ അതൊന്നും എനിക്കറിയില്ല. ഏത് രീതിയിലാണെങ്കിലും അത് നിയമവിരുദ്ധമാണെന്ന് അറിയാലോ. ഞാൻ അനിരുദ്ധ് സാറിനെ കൊണ്ട് ഏട്ടത്തിയെ പിടിപ്പിക്കും എന്ന് വരുൺ പറയുമ്പോൾ ധനലക്ഷ്മി, എടാ മോനെ വരുണെ, നീ ഇത് എന്തൊക്കെയാടാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയൂ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ 101 പവനും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ പറയുന്നത്. ധനലക്ഷ്മിക്ക് വാക്കിന് വിലയുണ്ട്. അതുകൊണ്ട് പറയാണ്, തിങ്കളാഴ്ച എന്തായാലും നീയും കൺമണിയുമായുള്ള വിവാഹം നടന്നിരിക്കും, അത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി വരുണിന്റെ കയ്യിൽ പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. വരുണിനാണെങ്കിൽ അപ്പോൾ സന്തോഷമാവുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ തനിക്ക് തന്നെ കിട്ടുമെന്ന് വരുൺ വിചാരിക്കുകയാണ്. അതിനുശേഷം ഗോകുല് അപ്പച്ചിമാരെയും കാത്തുകൊണ്ട് മുറ്റത്ത് നിൽക്കുകയാണ്. ശ്രീനിവാസനോട് വന്നിട്ട് കൃഷ് പെണ്ണു ചോദിച്ച കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഗോകുല് അപ്പച്ചിമാരെ കാത്തു നിൽക്കുന്നത്. എന്നാൽ അപ്പച്ചിമാര് വരുന്നത് കാണാതെ ഗോകുൽ പറയുന്നുണ്ട്, ഈ അപ്പച്ചിമാർ ഇത് എവിടെ പോയി, എനിക്കിത് ആരോടെങ്കിലും പറയാതെ ഒരു സമാധാനവുമില്ലല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മായിമാരും 3 പേരും കൂടി വരുന്നത്. അവരെ കാണുമ്പോൾ വേഗം തന്നെ ഗോകുല് പോയിട്ട് അവരോട് പറയുന്നുണ്ട്, അപ്പച്ചിമാരെ നിങ്ങളെല്ലാവരും ഒന്ന് നിന്നേ, നിങ്ങളുടെ കൈ ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞിട്ട് അമ്മായിമാർക്ക് 3 പേർക്കും കൊടു കൈ എന്ന് പറഞ്ഞിട്ട് 3 അമ്മായിമാർക്കും കൂടി കൈ കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മായിമാര് ഇതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ അവരോട് പറയാണ്, അപ്പച്ചിമാര് രക്ഷപ്പെട്ടില്ലേ, ഇനി അപ്പച്ചിമാര് ആരാ, വലിയ ആളുകളാവുമ്പോൾ ഇനി നമ്മളെയൊന്നും മറന്നു പോവല്ലേ എന്ന് ഗോകുല് പറയാണ്. ഒന്നും മനസ്സിലാവാതെ അമ്മായിമാര് ഗോകുലിനോട് ചോദിക്കുകയാണ്, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്, കാര്യം മനസ്സിലാവുന്ന പോലെ പറയ് എന്ന് പറയുമ്പോൾ ഗോകുല് പറയാണ്, തലവര തലവര എന്ന് കേട്ടിട്ടുണ്ട്, ഇതാണ് ശരിക്കുമുള്ള തലവര. അപ്പച്ചിമാര് ഇനി അലികയിൽ ആരാ, ഇനി അവിടെ ഒരു ഈച്ച പറക്കണമെങ്കിൽ പോലും അപ്പച്ചിമാര് കൂടി വിചാരിക്കണം. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് രാജയോഗം തന്നെയാണ്. അപ്പച്ചിമാരെ, ക്രിസ് സാറ് ഇന്നിവിടെ വന്നിരുന്നോ, എന്തിനായിരുന്നു വന്നതെന്നോ, അപ്പയെ പെണ്ണു ചോദിക്കാനാണ് വന്നത്. അപ്പച്ചിമാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ലേ, ക്രിസ് സാറ് ചതിക്കും, അപ്പോൾ ഒരു മണ്ടിയായതുകൊണ്ടാണ് ക്രിസ് സാറിനെ വിശ്വസിക്കുന്നത്. ക്രിസ് സാറ് തരം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും. ക്രിസ് സാറ് ഒരിക്കലും വന്നിട്ട് നേരിട്ട് പെണ്ണ് ചോദിക്കാൻ പോകുന്നില്ല. സാറിന് വേറെ എന്തൊക്കെയോ ദുരുദ്ദേശമാണ്, അതാണ് ഇതാണെന്നൊക്കെയാണല്ലോ അപ്പച്ചിമാര് പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ ഒരു ഉത്തരം കിട്ടി. ക്രിസ് സാറ് ഒരു നട്ടല് ഉള്ള ആളാണെന്ന് തെളിയിച്ചു. അപ്പയെ ഇഷ്ടപ്പെടുന്നത് തന്നെ അപ്പയെ കല്യാണം കഴിക്കാനാണെന്ന് തുറന്ന് ക്രിസ് സാറ് ഇവിടെ വന്ന് പറഞ്ഞു. അപ്പയെ ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചു എന്നൊക്കെ ഗോലു പറയുമ്പോൾ അമ്മായിമാര് ചോദിക്കുകയാണ്, ആരോട് വന്നിട്ടാ പെണ്ണ് ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗോകുല് പറയുകയാണ്, ചോദിക്കേണ്ടവരോട് തന്നെയാണ് വന്ന് ക്രിസ് സാറ് പെണ്ണ് ചോദിച്ചത്, അച്ഛനോടാണ് വന്നിട്ട് സാറ് അപ്പയെ പെണ്ണ് ചോദിച്ചത് എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അമ്മായിമാരെല്ലാവരും ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഗോകുല് പറയുകയാണ്, ഞാനെല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പയും ക്രിസ് സാറും കൂടിയിട്ട് കാറിലാണ് വന്നത്. സാറ് വന്ന ഉടനെ തന്നെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛന് വന്നു. അച്ഛൻ്റെ മുന്നിൽ വെച്ച് അപ്പയെയും കൈപിടിച്ച് അച്ഛനോട് നെഞ്ചും വിരിച്ചാണ് ക്രിസ് സാറ്, എനിക്ക് കൺമണിയെ ഇഷ്ടമാണ്, അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പയുടെയും അച്ഛൻ്റെയും സകല ബാധ്യതകളും തീർക്കാമെന്നും ക്രിസ് സാറ് പറഞ്ഞു.
സൈക്കോ വരുൺ ചേട്ടന് അപ്പയെ കൊടുക്കരുതെന്നും അലിഗയിലെ മുഴുവൻ അവകാശവും അപ്പയ്ക്ക് കൂടിയുള്ളതാണെന്ന് സാറ് ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അമ്മായിമാര് ചോദിക്കുകയാണ് ഗോകുലിനോട്, അപ്പോൾ ശ്രീനിയേട്ടൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഗോകുല് പറയാണ്, അച്ഛനാകെ അമ്പരന്നു പോയി. ക്രിഷ് സാറ് പറയുന്നതൊക്കെ വെറുതെയാണെന്നാണ് അച്ഛനും ആദ്യം കരുതിയിരുന്നത്. പക്ഷേ സാറ് വന്ന് നേരിട്ട് ആണുങ്ങളെ പോലെ പെണ്ണു ചോദിച്ചപ്പോൾ അച്ഛന് വിശ്വാസമായി. അച്ഛന് ഇതെല്ലാം കണ്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി. അച്ഛൻ എന്തായാലും ഇതിന് സമ്മതിച്ചു. വീട്ടുകാരെയും വിളിച്ച് വൈകാതെ തന്നെ ഇനിയും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പയ്ക്ക് തന്നെ അപ്പോഴാണ് വിശ്വാസമായത്. കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് അവസാനിക്കാൻ പോവാണ് അപ്പച്ചിമാരെ. ഈ വീടിനുള്ള സകല ബാധ്യതകളും ക്രിഷ് സാറ് അടുത്ത് തന്നെ വീട്ടും. 101 പവന് പകരം 500 പവന് ആണെങ്കിലും ക്രിഷ് സാറ് വരുൺ ചേട്ടന് തിരിച്ചു കൊടുക്കും. അപ്പോൾ അലിഗയില് ഒരു പ്രധാനപ്പെട്ട ആളാവാൻ പോവാ. അപ്പൊ പിന്നെ എന്തായാലും അപ്പച്ചിമാരുടെ ലെവലൊക്കെ മാറും. ഇനിയെല്ലാം അപ്പച്ചിമാരുടെ കയ്യിലാണ്. ഞാൻ എന്തായാലും പറയേണ്ടതെല്ലാം പറഞ്ഞു. ഞാനൊരു കാര്യം വീണ്ടും പറയാണ്, അപ്പച്ചിമാര് അലിഗയിലെ വലിയ ആൾക്കാരാവുമ്പോൾ എന്നെ മറന്നു പോകരുത്. അപ്പച്ചിമാരെ അപ്പയുമായി അടുപ്പിച്ചത് ഞാനാണെന്ന് നിങ്ങൾക്ക് ഒരു ഓർമ്മ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഗൂഗിള് പോവുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് അമ്മായിമാർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അമ്മായിമാര് പരസ്പരം എന്നിട്ട് സംസാരിക്കുകയാണ്. ക്രിഷ് സാറ് നേരിട്ട് വന്ന് പെണ്ണു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാവും. പക്ഷേ വരുൺ നമുക്ക് തന്ന ഓഫർ, നമുക്ക് കിട്ടാൻ പോകുന്ന സ്വർണം, അതെല്ലാം നമ്മൾ വിട്ടു കളയണോ? കുഴപ്പമില്ല, വരുണിന്റെ അടുത്തുനിന്ന് 101 പവനാണെന്നുണ്ടെങ്കിൽ ക്രിഷ് സാറിന്റെ അടുത്തുനിന്ന് സ്വർണ്ണ കനിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ശ്രീനിയേട്ടനോട് വന്നിട്ട് നേരിട്ട് വന്ന് പെണ്ണു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ക്രിഷ് സാറിന്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ബുദ്ധി. അത് തന്നെയാണ് നമുക്ക് നേട്ടം തരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ക്രിഷ് സാറിന്റെ കൂടെ നിൽക്കാമെന്ന് അമ്മായിമാര് പരസ്പരം പറയുകയാണ്. അതിനുശേഷം മാനസയെ കാണിക്കുന്നുണ്ട്. മാനസയാണെങ്കിൽ ആകെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ്. കൃഷിനെ എങ്ങനെ വശീകരിക്കാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് മാനസ. അപ്പോഴേക്കും മാനസയുടെ അമ്മ ഒരു ജ്യൂസുമായി മാനസയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് മാനസയോട് ചോദിക്കുകയാണ്, എന്തു പറ്റി മോളെ? ഞാൻ കുറച്ച് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു. കൃഷിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാനസ അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോവാണ്. അപ്പോഴേക്കും ആന്റിയമ്മ എത്തുകയാണ്. ആന്റിയമ്മ മാനസയുടെ അമ്മയോട് പറയാണ്, അവര് തമ്മിൽ എന്ത് പ്രശ്നം? അവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഓഫീസിലെ കാര്യങ്ങൾക്കായിട്ട് കൃഷി ഇപ്പോ കുറച്ച് ഓട്ടപ്പച്ചലിലാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിന്റെ കൂടെ അവന് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ ആന്റിയമ്മ പറയുമ്പോൾ മാനസയുടെ അമ്മ പറയുകയാണ്, അത് പിന്നെ മോളെ, ലോകത്തിലെ സകല ആണുങ്ങളുടെയും സ്വഭാവമാണ് അത്. അവർക്ക് എല്ലാത്തിനും ഒരു തിക്കും തിരക്കും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാനസയുടെ അമ്മ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ മാനസ തിരിച്ച് അമ്മയോട് ചോദിക്കുകയാണ്, അതെ അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളോടത് ചോദിക്കാൻ പാടില്ല, നല്ല ചമ്മലോടുകൂടിയാണ് ഞാൻ അത് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും അങ്ങോട്ട് ചോദിക്കുക എന്ന് പറയാണ്. അപ്പൊ മാനസ പറയാണ്, ഈ വശീകരണ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മയും മാനസയുടെ അമ്മയും എന്തോന്നാ നീ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയാണ്, അല്ല, ഈ വശീകരണ മന്ത്രം എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മുടെ കൂടെ നിർത്താൻ അതിനെന്തെങ്കിലും മരുന്നുണ്ടോ? അങ്ങനെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ വശീകരണ മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വശീകരണ മന്ത്രം ജപിച്ച മോതിരം നമ്മുടെ കയ്യിലിട്ടാൽ നമുക്കിഷ്ടപ്പെട്ട ആള് നമ്മുടെ കൂടെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് മാനസ ചോദിക്കുമ്പോൾ മാനസയുടെ അമ്മ പറയണ്, കൊള്ളാം, നിന്റെ സംശയം എന്തായാലും നല്ല സംശയം തന്നെയാണ് എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയാണ്, കുട്ടികളല്ലേ, അവർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ തോന്നും. ഇതിനൊക്കെ കുറിച്ച് അറിയാനും അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കുമെന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും ആന്റിയമ്മ പറയാണ്, എടി പെണ്ണെ, ഈ ആണുങ്ങളെ വശീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ പെണ്ണ് തന്നെയാണ്. പെണ്ണ് വിചാരിച്ചാൽ ഇളകാത്ത ആണ് എവിടെയും ഉണ്ടാവില്ല. പെണ്ണുങ്ങളുടെ തലമുടി മുതൽ ഈ നഖം വരെ വശീകരണം നിറഞ്ഞതാണ്. നീ ഈ പെണ്ണുങ്ങളെ കുറിച്ച് കവികളൊക്കെ വർണ്ണിക്കുന്നത് കേട്ടിട്ടില്ലേ? ഈ പ്രണയങ്ങളെല്ലാം കൂടുതൽ നടക്കുന്നതും ആണുങ്ങളല്ലേ എപ്പോഴും പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നത്. മനുഷ്യന്മാർക്ക് മാത്രമല്ല ദൈവങ്ങൾക്ക് പോലും ഈ കാര്യത്തിൽ മനസ്സിളകി പോയിട്ടുണ്ട്. നിനക്കിനിയും കൃഷിന്റെ മനസ്സിളക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നിന്റെ പരാജയമാണ് അല്ലേ ഹേമേ എന്ന് മാനസിയുടെ അമ്മയോടും ആന്റിയമ്മ ചോദിക്കുകയാണ്. അപ്പോൾ മാനസിയുടെ അമ്മ പറയുകയാണ്, അതെ, ആന്റിയമ്മ പറഞ്ഞത് 100% ശരിയാണ്. എത്ര ഉരുക്കു മനസ്സുണ്ടെങ്കിലും ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു ആണിന്റെ മനസ്സ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് ആന്റിയമ്മ മാനസിയോട് പറയാണ്, എടി മോളെ, നീ ഇങ്ങോട്ട്
ഇങ്ങോട്ട് വന്നേ, ഞാൻ നിനക്ക് കുറച്ച് ഉപദേശങ്ങൾ തരാം. അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് അതെല്ലാം പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മ മാനസിയും വിളിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് ആൻറ്റിയമ്മ മാനസിയോട് പറയാണ്, എടി പെണ്ണെ, നിനക്ക് ഞാനൊരു ഗോൾഡൻ അവസരം ഉണ്ടാക്കി തരാം. അത് നീ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ പിന്നെ അവൻ നിന്റെ അടിമയായിരിക്കും എന്ന് പറയുമ്പോൾ മാനസ അതെന്താണ് ആൻറ്റിയമ്മ ആ അവസരം എന്ന് ചോദിക്കുകയാണ്. അപ്പം ആൻറ്റിയമ്മ പറയാണ്, അതിനു മുന്നേ നീ എല്ലാത്തിനും മാനസികമായി ഒന്ന് തയ്യാറാവ്, എന്നിട്ട് ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ മനസ്സ് പറയാണ്, വേണ്ട ആൻറ്റിയമ്മ, ഇപ്പം തന്നെ പറ, എനിക്കത് ഇപ്പം തന്നെ അറിയണമെന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ മാനസിയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആൻറ്റിയമ്മ മാനസിയോട് പറയാണ്, ഈ മന്ത്രം നീയൊന്ന് ചെയ്തു നോക്ക്, പിന്നെ ഈ മോനൂട്ടനുണ്ടല്ലോ നിന്റെ ഈ കൈവെള്ളിയിലിരിക്കും, ഇതേ ഉള്ളൂ ഇനി എൻ്റെ അടുത്തുള്ള മാർഗം, നീ അതൊന്ന് പരീക്ഷിച്ചു നോക്ക് എന്ന് ആൻറ്റിയമ്മ മാനസിയോട് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് മാനസിക്ക് സന്തോഷമാവുന്നുണ്ട്. ഈ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കാമെന്ന് മാനസ ചിന്തിക്കുകയാണ്. അതിനുശേഷം കൺമണി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കൺമണി പറയാണ്, എൻ്റെ വിഘ്നേശ്വര, എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല, എത്ര വട്ടം നന്ദി പറയണമെന്നും അറിയില്ല. ജീവിതത്തിൽ പലപ്പോഴും ഞാൻ നിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് നിന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ക്രിഷ് സാറിനെ നീ എൻ്റെ ജീവിതത്തിലേക്ക് തന്നതിനും ഒരു 10,000 വട്ടം ഞാൻ നിന്നോട് നന്ദി പറയുകയാണ്. സാറ് വന്നിട്ട് വീട്ടിൽ എൻ്റെ അച്ഛനോട് എന്നെ വിവാഹം ചെയ്യുന്ന കാര്യവും പറഞ്ഞു. ഇതിനപ്പുറം എനിക്ക് ഒന്നും വേണ്ട. പക്ഷേ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ വരുണ് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. അവൻ എന്തായാലും എന്നോട് പക കൂടിക്കാണും എന്നൊക്കെ കൺമണി പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുൺ എത്തുന്നത്. വരുൺ പെട്ടെന്ന് തന്നെ കൺമണി എന്ന് വിളിക്കുന്നുണ്ട്. കൺമണി പേടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വരുണായിരിക്കും. എന്നിട്ട് കൺമണിയോട് വരുൺ പറയാണ്, എനിക്കറിയാടി നീ ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഈ അമ്പലനടയിൽ വെച്ചിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് വരുൺ കൺമണിയുടെ അടുത്തേക്ക് പോവുകയാണ് പൂമാലയുമായിട്ട്. കൺമണിയാണെങ്കിൽ പേടിച്ച് ചുറ്റും നോക്കുന്നുണ്ട്. വരുൺ വേഗം വന്ന് പൂമാല ഇടാൻ പോകുമ്പോഴേക്കും കൃഷ് വന്നിട്ട് വരുണിന്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് കൃഷ് വരുണിന്റെ കയ്യിൽ നിന്നും ആ പൂമാല വാങ്ങുന്നുണ്ട്. എന്നിട്ട് കൃഷ് വരുണിനോട് പറയാണ്, എടാ ഞാൻ താലിയിട്ട് കഴിഞ്ഞു, ഇനി മാലയിടൽ ചടങ്ങാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ് ആ പൂമാല കൺമണിയുടെ കഴുത്തിലേക്ക് ചാർത്തുകയാണ്. കൺമണിക്കും കൃഷിനും അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കൺമണിയും കൃഷും കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ വരുണിന് ദേഷ്യം കൂടുകയാണ്. പെട്ടെന്നാണ് വിഘ്നേഷിന്റെ മുന്നിൽ പൂജാരി മണിയടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോഴാണ് കൺമണി കണ്ണു തുറന്ന് ചുറ്റും നോക്കുന്നത്. കൺമണി ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു കണ്ടതെന്ന് കൺമണിക്ക് അപ്പോൾ മനസ്സിലാവുകയാണ്. എന്നിട്ട് കൺമണി ഒരു ചിരിയോടെ വിഘ്നേശ്വരനെ നോക്കിയിട്ട് പറയുകയാണ്, ഈ സ്വപ്നം കണ്ടതുപോലത്തെ അവസാനമായിരിക്കണേ ഈശ്വര എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് കൺമണി വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ശ്രീനിവാസൻ കൃഷി വന്ന് കൺമണിയെ പെണ്ണു ചോദിച്ച കാര്യങ്ങളെല്ലാം മനോജിനോടും ധനലക്ഷ്മിയോടും പറയുന്നുണ്ട്. ധനലക്ഷ്മിയും മനോജിനോട് വരുണിനെ കൃഷി വധഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മനോജിന് ദേഷ്യം വന്നിട്ട് മനോജ് വന്ന് ശ്രീനിവാസനോട് കയർത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് മനോജ് ശ്രീനിവാസനോട് പറയുകയാണ്, അച്ഛൻ ഈ ഒരൊറ്റ ആള് കാരണം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്രത്തോളം എത്തിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ മോനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മനോജ് പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ മാത്രമാണോ അച്ഛന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ? അച്ഛനല്ലേ മോളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടത്, അതാണ് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് മനോജ് പറയുമ്പോൾ ശ്രീനിവാസൻ മനോജിനോട് പറയാണ്, പിന്നെ അവൾ ആരുടെ ഇഷ്ടത്തിനായിരുന്നോ ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മനോജ് പറയാണ്, അവൾ നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കണമായിരുന്നു, നമ്മൾ പറഞ്ഞതും കേട്ട് അവൾ ഇരിക്കണമായിരുന്നു, കഴിക്കുന്ന ഭക്ഷണവും ഇടുന്ന വസ്ത്രവും പോലും നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അങ്ങനെയാവണമായിരുന്നു എന്ന് മനോജ് പറയുമ്പോൾ ശ്രീനിവാസൻ ധനലക്ഷ്മിയോട് പറയാണ്, ലക്ഷ്മി, നമ്മൾ ഈ കാര്യത്തിൽ അവളെ നിർബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയാണ് അവൾ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടത്. വിവാഹം കഴിക്കുന്ന ഒരാളോട് അവൾക്ക് ഇഷ്ടം തോന്നണ്ടേ, അത് അവൾക്ക് വരുണിനോട് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ മനോജ് പറയാണ്, അവൾക്ക് അങ്ങനെ ഇഷ്ടം തോന്നണ്ട, അവളുടെ വിവാഹ കാര്യത്തിന് അവളുടെ ഇഷ്ടവും സമ്മതമൊന്നും എനിക്ക് വേണ്ട, അച്ഛൻ്റെയും സമ്മതം എനിക്ക് വേണ്ട, ഞാൻ അവളുടെ കല്യാണം നടത്തും, ലക്ഷ്മി പോയിട്ട്
പോയിട്ട് വരുണിൻ്റെ കാല് പിടിച്ചിട്ടാണ് ഇത്രയെങ്കിലും എത്തിയത്. തിങ്കളാഴ്ച എന്തായാലും വരുണും കൺമണിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. വരുൺ ഇപ്പോൾ കൺമണിയെ കല്യാണം കഴിക്കേണ്ടത് അവൻ്റെ ആവശ്യമല്ല, ഇപ്പോൾ അത് നമ്മളുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാൽ എങ്ങോട്ടാണ് പോവേണ്ടത്? മേലെ ആകാശവും താഴെ ഭൂമിയും. നമ്മൾ എന്താണ് ചെയ്യുക? അവൾക്ക് ആ കൃഷിനെയും കിട്ടിയിട്ട് അങ്ങോട്ട് പോയാൽ മതി. ബാക്കിയുള്ളതെല്ലാം നമ്മളാണ് സഹിക്കേണ്ടത്. ഞാൻ എന്തായാലും പിച്ചച്ചട്ടി ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് വരുണിൻ്റെയും കൺമണിയുടെയും കല്യാണം എന്തായാലും നടക്കും. ഞാൻ അവന് വാക്കു കൊടുത്തു കഴിഞ്ഞു എന്ന് മനോജ് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് കൺമണി അമ്പലത്തിൽ നിന്നും വരികയാണ്. ഗോകുലും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. കൺമണിക്ക് അപ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ധനലക്ഷ്മി ശ്രീനിവാസനോട് പറയാണ്, അവള് വാല് പൊക്കിയപ്പോഴേ നമ്മൾ അവളുടെ കാല് തല്ലൊടിച്ച് ഇവിടെ ഇരുത്തണമായിരുന്നു. കുടുംബം നോക്കാൻ അറിയുന്ന ഗൃഹനാഥന്മാര് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണോ സംഭവിച്ചത്? അച്ഛൻ തന്നെ മകൾക്ക് കൂട്ടു നിൽക്കുന്നു. അച്ഛൻ തന്നെ മകളുടെ വഴിവിട്ട ബന്ധത്തിന് കൂട്ടു നിൽക്കാൻ തുടങ്ങി എന്ന് ധനലക്ഷ്മി ശ്രീനിവാസനോട് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് കൺമണിക്ക് ദേഷ്യം വന്നിട്ട് കൺമണി ധനലക്ഷ്മിയും മനോജും ശ്രീനിവാസനും സംസാരിക്കുന്നിടത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ വേഗം കൺമണിയെ പിടിച്ചു നിർത്തുകയാണ്. അപ്പ ഇപ്പം അങ്ങോട്ട് പോവണ്ട, അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പം അവിടെ പോയാൽ ശരിയാവില്ല. അപ്പോൾ ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, നിൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഭ്രാന്ത് ഉണ്ടെങ്കിൽ അവരെ വല്ല ഭ്രാന്താലയത്തിലും കൊണ്ടുപോയി വിടണം. എൻ്റെ അച്ഛനെ വെറുതെ കുറ്റപ്പെടുത്തരുത്, അതിന് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അച്ഛൻ എനിക്ക് കൂട്ടുപിടിച്ചെന്നോ? എന്തൊക്കെയാണ് അവർ ഈ സംസാരിക്കുന്നത്? നീ എന്നെ വിട്, എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് കൺമണി ഗോകുലിനോട് പറയുമ്പോൾ ഗോകുൽ പറയണേ, അപ്പ ഇപ്പം അങ്ങോട്ട് പോവണ്ട. അപ്പോൾ പോയാൽ കാര്യങ്ങളെല്ലാം കൂടുതൽ വഷളാവും. അതുകൊണ്ട് അപ്പം അങ്ങോട്ട് പോവണ്ട. അച്ഛനും അമ്മയും കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോ നിർത്തിക്കോളും. അച്ഛനും പിന്നെ ഇത് കേട്ട് ശീലമുള്ളതല്ലേ, അച്ഛനും അത് സഹിച്ചോളും. അപ്പോൾ ഇപ്പോൾ വേറെ ഒന്നും ആലോചിക്കണ്ട. ക്രിസ് സാറ് അപ്പയുടെ കൂടെ തന്നെയുണ്ട്. ക്രിസ് സാറ് ഇനി എന്തായാലും അപ്പയെ വിട്ടുകൊടുക്കില്ലല്ലോ, അത് ഉറപ്പല്ലേ? അതുകൊണ്ട് അപ്പ ഇപ്പോൾ അങ്ങോട്ട് പോവണ്ട എന്ന് ഗോകുല് കൺമണിയോട് പറഞ്ഞ് കൺമണിയെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അതിനുശേഷം ധനലക്ഷ്മി ശ്രീനിവാസനോട് പറയാണ്, എന്തൊക്കെ വന്നാലും തിങ്കളാഴ്ച വരുൺ കൺമണിയെ വിവാഹം കഴിച്ചിരിക്കും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി മനോജേട്ട വായോ പോവാ എന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് പോവുകയാണ്. ഇതെല്ലാം കേട്ട് ശ്രീനിവാസൻ ആകെ തകർന്ന് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കൺമണിക്കും ആകെ സങ്കടമാവുകയാണ്. കൺമണി കൃഷി കിട്ടിയ താലിയെ നോക്കിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ധനലക്ഷ്മി പറയുന്നതെല്ലാം അമ്മായിമാർ കേൾക്കുന്നുണ്ട്. ധനലക്ഷ്മി മനോജിനോട് പറയുകയാണ്, തിങ്കളാഴ്ച ആ വരുണിൻ്റെ കയ്യിൽ കൺമണിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലവേദന കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് അമ്മായിമാർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. കുറേ നേരമായാലോ ആ ലക്ഷ്മി അവിടെ കിടന്ന് തർക്കിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നമുക്ക് ഇനി ഒന്നും സംസാരിക്കാൻ അങ്ങോട്ട് പോവണ്ട, അവരെന്താ വെച്ചാൽ അവിടെ ചെയ്തോട്ടെ. സാർ എന്തായാലും കൺമണിയെ കിട്ടുമെന്ന് എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ആ സൈക്കോ വരുണിനാണ് കൺമണിയെ കിട്ടാനുള്ള ഭാഗ്യം. ആ സൈക്കോ കൺമണിയെ കിട്ടിയാൽ നമുക്ക് എന്തായാലും 101 പവനാണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ ക്രിഷ് സാറിൻ്റെ കൂടെ നിന്ന സ്വർണ്ണ കനിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ക്രിഷ് സാറിന് അവളെ ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോകാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവുമോ എന്ന് അമ്മായിമാർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ക്രിഷ് സാറിനെ എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യമാണ് മാറ്റി മറിച്ചും ക്രിഷ് സാറ് ഓരോന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്ന് അമ്മായിമാർ പറയാണ്. അമ്മായിമാർ പറയുന്നതെല്ലാം കൺമണി കേട്ടുകൊണ്ട് നിൽക്കാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.